الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന പണ്ഡിതന്മാരെ, വിശ്വാസിനികളെ, ദുനിയാവിനെ പറ്റി പറയുന്ന ഒരു കഥയുണ്ട്. ഒരു മനുഷ്യൻ, അയാൾ ഒരു കൊടുങ്കാട്ടിൽ ഒറ്റപ്പെട്ടു. അങ്ങനെ അയാളൊരു സിംഹം പിന്തുടരുകയാണ്. ആ സിംഹത്തിൽ നിന്ന് അയാൾ ജീവനം കൊണ്ട് ഓടി അയാൾ ചെന്ന് ചാടുന്നത് ഒരു പൊട്ട കിണറ്റിലാണ്. ചാടുന്നതിൻ്റെ ഇടയിൽ ആ മനുഷ്യൻ ഒരു പിടിവള്ളി കിട്ടി, ഒരു കാട്ടുവള്ളി. ആ വള്ളിയെ അയാളിങ്ങനെ പിടിച്ചു തൂങ്ങി ആടുകയാണ്. അപ്പൊ താഴെ നിന്നൊരു ശബ്ദം കേട്ടു. താഴോട്ട് നോക്കിയപ്പോ അവിടെ ഭീകരനായ ഒരു സർപ്പമുണ്ട്. മുകളിൽ സിംഹം, താഴെ സർപ്പം. പെട്ടെന്നാണ് അയാൾ ശ്രദ്ധിച്ചത്, അയാൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാട്ടുവള്ളി അതൊരു കറുത്ത എലിയും വെളുത്ത എലിയും കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അയാളുടെ തലയിൽ ഒരു നനവ് അനുഭവപ്പെടുന്നത്. നോക്കിയപ്പോ ആ കിണറിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരക്കൊമ്പിൽ ഒരു തേനീച്ച കൂടുണ്ട്. ആ കൂട്ടിൽ നിന്ന് ഉറ്റി വീണ തേനാണ്. ആ മനുഷ്യൻ ആ തേനൊന്ന് രുചിച്ചു നോക്കി. നല്ല മധുരമുണ്ട്. ആ തേനിന്റെ മധുരത്തിൽ അയാൾ എല്ലാം മറന്നു എന്നാണ്. അടുത്ത തുള്ളി തേനിന് വേണ്ടി ആ മനുഷ്യൻ അയാളുടെ നാവ് നീട്ടിനാണ്. അയാൾ സിംഹത്തെ മറന്നു, താഴെയുള്ള സർപ്പത്തെ മറന്നു. അയാൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാട്ടുവള്ളി അതിപ്പോൾ അറ്റു വീഴും, അതൊക്കെ അയാൾ മറന്നു. പ്രിയപ്പെട്ടവരെ, ആ ഒരു തുള്ളി തേനാണ് ദുനിയാവ്. ആ മനുഷ്യൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ കാട്ടുവള്ളി, അതാണ് ആ മനുഷ്യന്റെ ആയുസ്. ആ കാട്ടുവള്ളിയെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന കറുത്തയേലിയും വെളുത്തേലിയും റാപ്പകലുകളാണ്. അയാളെ കാത്തിരിക്കുന്ന സിംഹം, അത് അയാളുടെ മരണമാണ്. കിണറിന്റെ താഴെയുള്ള സർപ്പം, അത് അയാളുടെ ഖബറാണ്. ഇതൊക്കെ മറന്നിട്ട് ആ ഒരു തുള്ളി തേൻ, അതിന്റെ മധുരം ആസ്വദിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന മനുഷ്യനെ പറ്റി നമ്മൾ അഭിപ്രായം എന്താണ്? നമ്മുടെ തൊട്ടടുത്തുള്ള മരണവും ഖബറും അതിന്റെ അപ്പുറമുള്ള ജീവിതവും മറന്നുകൊണ്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു മടക്കമുണ്ടല്ലോ, നമ്മൾ എല്ലാവരും മടങ്ങി പോകേണ്ടവരാണ്. അതിൽ ആർക്കും ഒരു സംശയവുമില്ല. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത് വമാ നഹ്നു ബിമസ്ബൂഖീൻ. നിങ്ങൾക്കിടയിൽ മരണത്തെ ഞാൻ നിർണയിച്ചിട്ടുണ്ട്, ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നെ തോൽപ്പിക്കാൻ, എന്നെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും സാധിക്കുകയില്ല. ഞാൻ വിചാരിച്ചതേ നടക്കുകയുള്ളൂ. ഞാൻ ഒരു മനുഷ്യന് മരണം നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ ആ നിശ്ചയിച്ച സമയത്തിനപ്പുറം അയാൾക്ക് നീട്ടിക്കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഞാൻ ഒരാൾ ജീവിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ സമയമാകുന്നതിന്റെ മുമ്പ്, ആ മനുഷ്യന്റെ അവധി എത്തുന്നതിന്റെ മുമ്പ് അയാളെ മരിപ്പിക്കാനും നിങ്ങൾക്കാർക്കും കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, മലക്കുൽ മൗത്തും കൂട്ടറും നമ്മുടെ അരികിലെത്തും. നമ്മൾ എവിടെയായിരുന്നാലും, ഐനമാ തകൂനൂ യുദ്രിക്കുമുൽ മൗത്ത്, നിങ്ങൾ എവിടെയായിരുന്നാലും ആ മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, കെട്ടി ഉയർത്തപ്പെട്ട കോട്ടക്കകത്താണ് നിങ്ങൾ ഉള്ളത് എങ്കിലും ആ മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മൾ എവിടെയായിരുന്നാലും ആ മരണം നമ്മളെ തേടിയെത്തും. സമയമായാൽ കൊട്ടാരത്തിലെത്തും, കൂരയിലെത്തും. നമ്മളുള്ളത് കരയിലാണെങ്കിൽ ആ കരയിലേക്കും നമ്മളെ തേടി വരും. കടലിലാണെങ്കിൽ അവിടെയും എത്തും, ആകാശത്തിലാണെങ്കിൽ അവിടെയും എത്തും, ഭൂമിയിലാണെങ്കിൽ അവിടെയും എത്തും. അപ്പോ സമയമായാൽ തിരിച്ചു പോകേണ്ടവരാണ് നമ്മൾ. ജനനത്തിനും മരണത്തിനും എടുക്കുള്ള ഒരു ചുരുങ്ങിയ കാലമാണ് നമ്മുടെ ജീവിതം. ആ ജീവിതത്തെ പറ്റി ഗൗരവത്തിൽ ചിന്തിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ? നോക്കൂ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും ആ മരണം രുചിക്കുക തന്നെ ചെയ്യും. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നിങ്ങൾ ചെയ്ത ഫലം അത് അല്ലാഹു നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുക തന്നെ ചെയ്യും. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന, ആര് നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തുവോ ഫഖദ് ഫാസ്, അവരാണ് വിജയിച്ചവർ. പ്രിയപ്പെട്ടവരെ, തൊട്ടടുത്തുള്ള നിമിഷങ്ങൾ പോലും നമ്മുടേതല്ല എന്ന് നമുക്കറിയാം. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ,
വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. നാളെ എന്താണ് സമ്പാദിക്കുക എന്നും എവിടെ വെച്ചാണ് ഞാൻ മരിക്കുക എന്നും ഒരാൾക്കും പറയാൻ കഴിയൂല. ഞാൻ മരിക്കും, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും മരിക്കും. മരണം സുനിശ്ചിതമാണ്. ജീവിതത്തിന്റെ നിസാരത മനുഷ്യനെ പഠിപ്പിക്കുന്ന ഗുരുനാഥനാണ് മരണം. ആരെയും ഏത് നിമിഷവും കൂട്ടിക്കൊണ്ടുപോകുന്ന കൂട്ടുകാരനാണ് മരണം. നമ്മളാരും ശ്രണിക്കാതെ, വിളിക്കാതെ, നമ്മളോട് സമ്മതം ചോദിക്കാതെ എത്ര ഭദ്രമായി അടച്ചിട്ട വാതിലും മറികടന്ന് മലക്കുൽ മൗത്തും കൂട്ടരും നമ്മുടെ അരികിലെത്തും. എത്ര നിറഞ്ഞ കണ്ണീരിന് മുന്നിലും ദൗത്യം നിർവഹിക്കാതെ അവർ തിരിച്ചു പോവുകയില്ല. ആർക്കും കുതറി മാറാനാകാത്ത ഒരു പിടുത്തമായിരിക്കും അത്. പ്രിയപ്പെട്ടവരെ, അന്ത്യയാത്രത്തെ പറ്റി ഒറ്റയ്ക്കിരുന്ന് എപ്പോഴെങ്കിലും നമ്മളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? ദുനിയാവിലേക്ക് ഇനി ഒരു തിരിച്ചു വരവില്ലാത്ത ആ മടക്കത്തെ പറ്റി ഗൗരവത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് ഒരു അനുജൻ ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ റസൂലേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ബുദ്ധിമാൻ ആരാൻ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് ഒരു അനുജൻ ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ റസൂലേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ബുദ്ധിമാൻ ആരാൻ? എന്താ നമ്മുടെ നബി നൽകിയ മറുപടി? മരണത്തെ പറ്റി ധാരാളമായി ഓർക്കുന്നവരാണ്. ആ മരണം എന്ന വാതിലിനപ്പുറമുള്ള ജീവിതത്തിന് വേണ്ടി നന്നായി ഒരുങ്ങുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, യോലോ എന്ന് പറയുന്നത് നമ്മൾ കേട്ടു. യു ഓൺലി ലിവ് വൺസ്. നിങ്ങൾ ഒരിക്കലേ ജീവിക്കുകയുള്ളൂ. ഈ ജീവിതം അത് ഒന്നേ ഉള്ളൂ. അത് നിങ്ങൾ അടിച്ചു പൊളിച്ചോളൂ, അത് നിങ്ങൾ സുഖിച്ചോളൂ, രസിച്ചോളൂ. മരണത്തിനപ്പുറം വേറൊരു ജീവിതമില്ല. അള്ളാഹു ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തിയ വളരെ ഗൗരവമുള്ള ഒരു താക്കീത് നിങ്ങൾക്ക് കേൾക്കണോ? ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം. മരണം തൊണ്ടക്കുഴിയിൽ എത്തുന്ന സമയം വഅൻതും ഹീനഇദിൻ തൻദുറൂൻ. നിങ്ങൾ ആ മരിക്കാൻ കിടക്കുന്ന മനുഷ്യനെ നോക്കി നിൽക്കുകയാണ്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. നിങ്ങളെക്കാളും അടുത്ത് ആ മനുഷ്യന്റെ സമീപത്ത് ഞാനുണ്ട്, പക്ഷേ നിങ്ങളത് കാണുന്നില്ല. ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ. നിങ്ങൾ മടക്കപ്പെടുകയില്ല എന്നും നിങ്ങൾക്കൊരു വിചാരണ ഇല്ല എന്നും നിങ്ങൾക്ക് എന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരികയില്ല എന്നും മനുഷ്യരെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ ആ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ ആത്മാവിനെ നിങ്ങൾ പിടിച്ചു വെക്കൂ. മരണത്തിൽ നിന്ന് നിങ്ങൾ ആ മനുഷ്യനെ തടഞ്ഞു വെക്കൂ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ വല്ലാത്തൊരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. മരണം സത്യമാണെങ്കിൽ, ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് സത്യമാണെങ്കിൽ, എന്റെ സംസാരം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നത് സത്യമാണെങ്കിൽ, നമ്മളിപ്പോൾ ഉള്ളത് ആഷ്കോ വാലി ഗാർഡൻ നാട്ടുകല്ലിലാണ് എന്നത് സത്യമാണെങ്കിൽ, ആ മരണത്തിനപ്പുറമുള്ള ജീവിതവും സത്യമാണ്. അതുകൊണ്ട് ഒരുങ്ങുക നമ്മൾ, വിഭവങ്ങൾ ഒരുക്കുക നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.